മാലിന്യ നിർമ്മാർജ്ജനത്തിനും മില്ലറ്റ് ഗ്രാമ പദ്ധതിക്കും പ്രത്യേക പരിഗണന നൽകി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 2024-25 ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായരുടെ ആമുഖ പ്രസംഗത്തിന് ശേഷം 1,40,21,206 രൂപ പ്രാരംഭ നീക്കി ബാക്കിയും 18,66,3133 രൂപ വരവും 18,64,89,500 രൂപ ചെലവും നീക്കി ബാക്കി 1,41,39,831 രൂപയുള്ള മിച്ച ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അവതരിപ്പിച്ചു. കൃഷിയനുബന്ധ മേഖലയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ചെറുധാന്യ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 45 ലക്ഷം രൂപ, ലൈഫ് ഭവന പദ്ധതിക്കായി 2,65 ലക്ഷം രൂപ, SC വിഭാഗത്തിനായി സ്കോളർഷിപ്പ്, ലാപ്ടോപ്പ്, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി മാത്രം 5.5 ലക്ഷം രൂപ, പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള റോഡ് നവീകരണത്തിനുമായി 1,78 ലക്ഷം രൂപ, അംഗൻവാടി നിർമ്മാണത്തിനും സ്മാർട്ട് അംഗൻവാടി ആക്കുന്നതിനുമായി 50 ലക്ഷം രൂപ, ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ കോഴിപ്പിള്ളിയിലെ ഹോമിയോ ആശുപത്രിക്കായി 24 ലക്ഷം രൂപ, കമ്മ്യൂണിറ്റി ഹാൾ നവീകരണത്തിനും പാർക്കിങ്ങിനുമായി 18 ലക്ഷം രൂപ, ജലക്ഷാമം പരിഹരിക്കുന്നതിന് കുളം, ചിറ നവീകരണത്തിനായി 25 ലക്ഷം രൂപ തുടങ്ങിയ പദ്ധതികൾക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ആദ്യമായി ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് FSTP മനുഷ്യ വിസർജ്യം ട്രീറ്റ് ചെയ്യുന്ന 50 KLD പ്ലാന്റാണ് വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്. പഞ്ചായത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും 70 സെൻറ്റ് സ്ഥലം ഇതിനായി ലഭ്യമായിട്ടുണ്ട്. 8 കോടി രൂപയാണ് അതിൻ്റെ ചെലവ് വരുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റും ശുചിത്വ മിഷനും ത്രിതല പഞ്ചായത്തും കൂടി ആണ് ഇതിൻ്റെ ഫണ്ട് ചെലവഴിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിച്ചിട്ടുള്ളത്. അതിന് DPR തയ്യാറാക്കുന്നതിന് വേണ്ടി IRTCയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനാവശ്യമായ പ്രാഥമിക ചെലവെന്ന നിലയിൽ 25 ലക്ഷം രൂപ പ്രാഥമികമായി പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നു ബഡ്ജറ്റിൽ. അടുത്ത പ്രധാനപ്പെട്ട കൃഷി അനുബന്ധ മേഖലയാണ്. കൃഷി അനുബന്ധ മേഖലയും ഈ മാലിന്യവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ആ തരത്തിലൊരു പരിഗണന കൊടുക്കുന്നത്. ജലക്ഷാമം പരിഹരിക്കുന്നതിന് കുളം, ചിറ നവീകരണത്തിനായി 25 ലക്ഷം രൂപ തുടങ്ങിയ പദ്ധതികൾക്കായും തുക വകയിരുത്തിയിട്ടുണ്ട്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ചെറുധാന്യങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ ദീർഘവീക്ഷണത്തോടുള്ള പരിപാടിയാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതി തലചായ്ക്കാൻ ഇടമില്ലാത്ത ഭൂരഹിതരായിട്ടുള്ളവർക്കും ഭവനരഹിതരായിട്ടുള്ളവർക്കും പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റപ്പോൾ തന്നെ ഒരു 225 വീട് തീർത്തു കൊടുക്കണം എന്നാണ് നമ്മുടെ കണക്കനുസരിച്ച് ഒരു 300 വീടിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം നമുക്കത് ഒരു 10-60 വീടുകളാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.